ഹായ്, ബിഗ് ബോസും തീർന്നു. പക്ഷെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ആസ് യൂഷ്വൽ കണ്ടസ്റ്റൻസിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൂടാതെ അവരുടെ ഫാൻസ് ആണെന്ന് തോന്നുന്നു ഒരുപാട് വിന്നറെ ഡീഗ്രേഡ് ചെയ്യുന്നു. എവിടെയും പ്രശ്നം, അകത്തും പ്രശ്നം അനുമോള് തന്നെയായിരുന്നു. അനുമോള് വിജയിച്ചതാണ് ഇപ്പോഴത്തെ അടുത്ത പ്രശ്നം. അനുമോള് വിജയിച്ച് PR വോട്ട് കൊണ്ട് മാത്രമാണെന്നാണ് ചില പക്ഷക്കാർ പറയുന്നത്. ഇപ്പം നമുക്കൊരാളെ ഇഷ്ടമാണ്, അപ്പോൾ നമ്മൾ വിചാരിക്കണം എന്താണെന്ന് അറിയാം, അപ്പോൾ ആ വ്യക്തി വിജയിച്ചില്ല, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാ മനുഷ്യന്മാർക്കും ആ വ്യക്തിനെ തന്നെയാണ് ഇഷ്ടം എന്നാണ് ഒരു പക്ഷക്കാർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പോലും അനുമോളെ ഇഷ്ടമുള്ളതും വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരില്ലേ? എനിക്കറിയില്ല എന്തുകൊണ്ട് അത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഞാൻ പുറത്തുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ ഇന്ത്യൻ നമ്പർ കൊടുത്ത് നാട്ടിൽ നിന്ന് അനുമോൾക്ക് വോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഫാമിലി അനുമോൾക്കാണ് വോട്ട് ചെയ്തിരുന്നത്. ഫസ്റ്റ് വീക്ക് തൊട്ടേ അവർ വോട്ട് ചെയ്യുന്നുണ്ട്. റിലേറ്റീവ്സ് വോട്ട് ചെയ്തു. എനിക്കറിയാവുന്ന ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ അനീഷിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അനീഷിന് ഒരാൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അത് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഒരു ട്രെൻഡാണെന്ന് വിചാരിക്കരുത്. സ്വാഭാവികമായിട്ട് ഒരാൾ ജയിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ കണ്ടസ്റ്റൻസ് തന്നെ പറയുന്നത് അനീഷ് ചേട്ടനാണ് എന്താ പറയുക വിജയിക്കാൻ യോഗ്യൻ എന്ന് പറയുന്നു. ഒരു സംശയം ചോദിക്കട്ടെ, ഇവരുടെ ഡബിൾ സ്റ്റാൻഡാണ് ഏറ്റവും പ്രശ്നം. ഈ ഡബിൾ സ്റ്റാൻഡ് കാരണമാണ് അനു ഒന്നാമത് ജയിച്ചത് തന്നെ. അനീഷിന് ഇവർക്ക് എപ്പോഴും ഇഷ്ടമായത് ഓപ്പോസിറ്റ് അനു ആയതുകൊണ്ട് മാത്രം. ഈ പറയുന്ന അനീഷിനെ ഒരു കാര്യത്തിൽ വായ തുറക്കം അവർ സമ്മതിക്കാറില്ല. അതുപോലെ തന്നെ അനീഷിനെ അടിച്ചിരുത്താറാ പതിവ് എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ. അനീഷിന് റൈറ്റ്സ് അവിടെ സംസാരിക്കാൻ പറ്റാറില്ല. അനീഷിന് അതുപോലെ ക്യാപ്റ്റൻസി ടാസ്കിൽ അനീഷിനെ അനുമോളെ അവർ പങ്കെടുപ്പിക്കാറില്ല. ഫസ്റ്റ് ക്യാപ്റ്റൻസി അനീഷിന് കിട്ടിയത് തന്നെ ബിഗ് ബോസിൻ്റെ ഒരു ഫേവറിസത്തിലോ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം കിട്ടിയത്. അതിനുശേഷം വന്നിട്ടില്ല. ജയിലിലേക്ക് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ഈ അനീഷിനെ അന്ന് തൊട്ട് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അനീഷ് എങ്ങനെ ജയിലിൽ എത്ര വട്ടം പോകും? അനീഷിൻ്റെ പേര് ഒരു ജയിൽ വരെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടസ്റ്റൻസ് ഇങ്ങനെ പറയരുത്. കാരണം അത് തന്നെ അവർ ഫാൻസും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഓപ്പോസിറ്റ് അവരുടെ ശത്രുവായിട്ടുള്ള അനു ജയിച്ചതുകൊണ്ടാണ് അനുവിനെ ഡിഗ്രേഡ് ചെയ്യുന്നത്. അനുവിൻ്റെതായ ഒരു ഫാൻസ് ഉണ്ട്. പിന്നെ PR സപ്പോർട്ട് കൊണ്ട് ഫസ്റ്റ് വീക്ക് തൊട്ട് ലാസ്റ്റ് വീക്ക് വരെ ഈ PRനെ അവരെ സേവ് ചെയ്യണമെങ്കിൽ ഒരു ശതമാനം വോട്ട് വാങ്ങിച്ചു കൊടുക്കും കാശ് ചിലവാക്കിയിട്ട്. അല്ലാതെ ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനിലും നിൽക്കാവുന്ന തരത്തിലുള്ള വോട്ട് എല്ലാ ആഴ്ചയിലും വാങ്ങിച്ച് ഈ പുള്ളിക്കാരെ ജയിപ്പിക്കേണ്ട കാര്യം എന്താണ്? പുള്ളിക്കാർക്ക് ഒരു ജെനുവിൻ ഓഡിയൻസ് ഉണ്ട്. അതില്ലാത്ത പക്ഷം ഏഷ്യാനെറ്റ് ഇങ്ങനൊരു കാര്യത്തിന് മുതിരൂ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജനഹൃദയങ്ങളിൽ കയറി ബാക്കി ഇപ്പോൾ 2% 3%, അതായത് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ലിസ്റ്റിൽ 2% 3%ഉം വന്നിട്ടുള്ള വ്യക്തികളാണ് പറയുന്നത് അൺഫെയർ ആയിട്ട് പുറത്തായിരുന്നു. അവർക്ക് തന്നെ ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് തന്നെ ക്രോസ് ചെക്ക് ചെയ്യാം ചാനലുമായിട്ട്. വോട്ടിംഗ് കൗണ്ട് അവർക്ക് എടുക്കാമല്ലോ, എങ്ങനെയാണ് ഇത് കറക്റ്റാണോ, പെർസെൻറ്റേജിന് തന്നെ എത്ര വോട്ട് കിട്ടിയെന്ന് നോക്കാമല്ലോ. ഈ 3.5 കോടി ജനങ്ങളുള്ള ഇതിൽ ഇപ്പം ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെല്ലാം 3.5 കോടി ജനങ്ങളും ഈ പറയുന്ന അനുമോൾക്കും അനീഷിനും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർ ഡേ അവർക്ക് എത്ര വോട്ട് വരേണ്ടതാണ്? ആകെ കൂടി 38 ലക്ഷം വോട്ട് വന്നെന്ന് പറയണം. PR വോട്ട് തന്നെ അനുമോൾക്ക് ഒരു 20 ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജെനുവിൻ ഓഡിയൻസിൻ്റെ വോട്ട് അതിന് മുകളിൽ വന്നില്ല?